നമ്മൾ കൈയടിക്കും. ഇന്ന് അവതാർ പോലുള്ള സിനിമകളിലെ അനിമേറ്റഡ് കാർട്ടൂൺസിനെ കാണുമ്പോൾ നമ്മൾ കൈയടിക്കുന്നൊരു കാലമാണ്. ഭയങ്കര ഭീകരവാദികളായിട്ടുള്ള ഒരു 5-6 തീവ്രവാദികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പോളിയോ മൈലൈറ്റിസ്, നമ്മൾക്കറിയാം പോളിയോ, അതുപോലെ കില്ലർ ഡിസീസ് എന്ന് പറയുന്ന ഡിപ്തീരിയ, ഇങ്ങനെ പറയുന്ന രോഗങ്ങൾ ബാധിച്ച കുട്ടികളുടെ ഒരു വീഡിയോ ഇട്ട് കൊടുത്തു. ഒരു 22 മിനിറ്റ്. ആ കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണിച്ചു കൊടുത്തു. ഇവന്മാർ തോക്ക് താഴെ വെച്ചെന്നാണ് പറയുന്നത് തീവ്രവാദികൾ. കാര്യം ഇവന്മാരെ മനസ്സ് തകർന്നു പോയി. അപ്പോൾ ആ വീഡിയോയുടെ പവറാണത്, വീഡിയോയുടെ സ്ട്രെങ്താണ്. കയ്യെ കാണിച്ച് ഇത് ഇയാൾക്ക് ഇവന് തലയ്ക്ക് സുഖമില്ലെന്ന് അയാൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിൽ കയറി നടക്കുക. കാര്യം 200 കൊല്ലം ഞങ്ങളെ ഭരിച്ചവനാ നീ എൻ്റെ കൂടെ നീ എന്നെ കാണിച്ചതായില്ല. അങ്ങനെ പോകുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമുണ്ടായി. അവിടെ ഒരു ഫാക്കൽറ്റി ലിസ്റ്റ് എഴുതി വെച്ചേക്കുന്നു ഈ സ്കൂളിൻ്റെ. ഒരാളുടെ പേര് ബിൽ ക്ലിൻ്റൺ എന്നാണ്. ഞാൻ ബിൽ ക്ലിൻ്റൺ ഇവിടെ പഠിപ്പിക്കാൻ വരുന്നുണ്ട്, ഇവിടുത്തെ ടീച്ചറാണ് ബിൽ ക്ലിൻ്റൺ എന്ന്. അപ്പോൾ ഇങ്ങനെ മാറുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്ര കൂടുതൽ മാറ്റം ലോകത്ത് വരിക. നമ്മളിപ്പോൾ ചൈനക്കാരൊക്കെ ഇതിനകത്ത് ഭയങ്കര മിടുക്കന്മാരാണ്. നമ്മൾ അവരെ എത്ര ചീത്ത പറഞ്ഞാലും ചൈനക്കാരൊക്കെ വേറൊരു ലോകത്താണ് അവർ. ഇനി മോളെ മിക്കവാറും ഭാവിയിൽ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതൊന്നും ഈ ടീച്ചേഴ്സ് ആയിരിക്കത്തില്ല, AI ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതിൽ റോബോട്ടുകളും AI ടീച്ചേഴ്സ് ഇവരുടെ എല്ലാം ജോലി പോയി കേട്ടോ. പ്രിൻസിപ്പലൊക്കെ ഇതൊന്നും സംഭവിക്കത്തെന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചത് കേട്ടോ. ഈ ടെക്നോളജി നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട് മാറിയിരിക്കുന്ന ടെക്നോളജി അടുത്ത ഒരു 5 കൊല്ലത്തിനൊക്കെ ഉണ്ടാക്കുന്ന മാറ്റം ഈ കാലത്ത് അത്രയും ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കാളും വലിയ മാറ്റമായിരിക്കും. കാര്യം AI. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പം എൻ്റെ ചോദ്യം, ഈ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ ഭാവി ഗെയിമിഫിക്കേഷനിലൂടെയാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല മോളെ. അതെന്തെന്നറിയാമോ, നമ്മുടെ ഈ ഗെയിം ഒരു പണം ഉണ്ടാക്കാനുള്ള നല്ല വഴിയാണ് കുട്ടികൾക്ക് കേട്ടോ. ഗെയിമിംഗ് ടെക്നോളജി പഠിക്കുന്നവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഗ്രാഫിക്കൽ ടെക്നോളജി. എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം, പണ്ട് സിനിമാ താരങ്ങൾ സ്ക്രീനിൽ വരുമ്പം നമ്മൾ കൈയടിക്കും. ഇന്ന് അവതാർ പോലുള്ള സിനിമകളിലെ അനിമേറ്റഡ് കാർട്ടൂൺസിനെ കാണുമ്പോൾ നമ്മൾ കൈയടിക്കുന്നൊരു കാലമാണ്. പക്ഷേ ഇത് ഈ ഗെയിമിംഗ് ടെക്നോളജിയെക്കാളും നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസൊക്കെ ഒരുപാട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എഡ്യൂക്കേഷൻ നമ്മൾ പണ്ട് ഇപ്പോൾ നിരന്തരമായി ലെക്ചർ നടത്തിയായിരുന്നു പഠിപ്പിക്കുന്നതെങ്കിൽ ഇതൊക്കെ ഇന്നിപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ബൈജൂസ് ആപ്പ് പോലെ കേരളത്തിൽ വന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അത് വീഡിയോ വഴി നമുക്കെല്ലാം കാണിച്ചു കൊടുക്കും. കാരണം ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 500 ലെക്ചർ നടത്തുന്നതിനേക്കാളും പവർഫുള്ളാണ് ഒരു വീഡിയോ. ഉദാഹരണം പറഞ്ഞാൽ, പഞ്ചാബിൽ ഈ തീവ്രവാദം ശക്തിപ്പെട്ട് നടന്ന ഒരു കാലമുണ്ട്. സുവർണക്ഷേത്രത്തിലേക്ക് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പട്ടാളത്തെ അയച്ച ഒരു കാലം. അവിടെ ബിന്ദ്രന്മാല എന്നൊരു തീവ്രവാദി ഉണ്ടായിരുന്നു. അപ്പോൾ അയാളെ അമർച്ച ചെയ്യാൻ വേണ്ടി പട്ടാളത്തിൽ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഭീകരവാദികളായിട്ടുള്ള ഒരു 5-6 തീവ്രവാദികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പോളിയോ മൈലൈറ്റിസ്, നമ്മൾക്കറിയാം പോളിയോ, അതുപോലെ കില്ലർ ഡിസീസ് എന്ന് പറയുന്ന ഡിപ്തീരിയ, ഇങ്ങനെ പറയുന്ന രോഗങ്ങൾ ബാധിച്ച കുട്ടികളുടെ ഒരു വീഡിയോ ഇട്ട് കൊടുത്തു. ഒരു 22 മിനിറ്റ്. ആ കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണിച്ചു കൊടുത്തു. ഇവന്മാർ തോക്ക് താഴെ വെച്ചെന്നാണ് പറയുന്നത് തീവ്രവാദികൾ. കാര്യം ഇവന്മാരെ മനസ്സ് തകർന്നു പോയി. അപ്പോൾ ആ വീഡിയോയുടെ പവറാണത്, വീഡിയോയുടെ സ്ട്രെങ്താണ്. അപ്പം നമുക്ക് ഒരു ഗെയിമിംഗ് ടെക്നോളജിക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ഗെയിമിംഗ് ടെക്നോളജി ആയിരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, ഇത് നമ്മളെ അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് ഈ ലോകം ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ വേഗം എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് നിൽക്കും. നമ്മൾ ഓവർ സ്പീഡിൽ പോകുന്നൊരു കാറ് പോലെ. ഇപ്പോഴത്തെ ഇത് നാച്ചുറലല്ല. നാച്ചുറലായിട്ടുള്ളൊരു വളർച്ചയിൽ ചിലപ്പം ഒരു ഇവോൾവ് ചെയ്ത് വരുന്നൊരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരിക്കും. അതിൽ വീഡിയോയ്ക്ക് വളരെ പ്രസക്തി ഉണ്ടാകും. നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലും. ഞാനൊരിക്കലേ ഈ സണ്ണി വർക്കി എന്ന് പറയുന്നൊരു ലോക കോടീശ്വരനുണ്ട് വിദ്യാഭ്യാസ രംഗത്ത്. ഒരു മലയാളിയാണ്. അദ്ദേഹം ദുബായിലാണ് ബേസ് ചെയ്തത്. UAE അദ്ദേഹത്തിൻ്റെ പള്ളിക്കൂടങ്ങളൊക്കെ ഉള്ളത്. ജെംസ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ഒരു ദിവസം ആ പള്ളിക്കൂടത്തിൽ പോയി. അപ്പോൾ ആ പള്ളിക്കൂടത്തിൻ്റെ പ്രിൻസിപ്പൽ ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഈ ബ്രിട്ടീഷനെ ഏൽപ്പിച്ചു ഇദ്ദേഹത്തിനെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരനായ പ്രിൻസിപ്പൽ എൻ്റെ കൂടെ കാണിച്ചു തരാൻ വരുമോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ കയറി നടന്നു. കാര്യം നമ്മളെ 200 കൊല്ലം ഭരിച്ചവരാണല്ലോ വെള്ളക്കാരൻ. യവനെ ഒന്ന് ഡീൽ ചെയ്യാം, കം വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുക, കയ്യൊക്കെ കാണിച്ച്. ഇത് ഇയാൾക്ക് ഇവന് തലയ്ക്ക് സുഖമില്ലെന്ന് അയാൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിൽ കയറി നടക്കുക. കാര്യം 200 കൊല്ലം ഞങ്ങളെ ഭരിച്ചവനാ നീ എൻ്റെ കൂടെ നീ എന്നെ കാണിച്ചതായില്ല എന്ന്. അങ്ങനെ പോകുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമുണ്ടായി. അവിടെ ഒരു ഫാക്കൽറ്റി ലിസ്റ്റ് എഴുതി വെച്ചേക്കുന്നു ഈ സ്കൂളിൻ്റെ. ഒരാളുടെ പേര് ബിൽ ക്ലിൻ്റൺ എന്നാണ്. ഞാൻ ബിൽ ക്ലിൻ്റൺ ഇവിടെ പഠിപ്പിക്കാൻ വരുന്നുണ്ട്, ഇവിടുത്തെ ടീച്ചറാണ് ബിൽ ക്ലിൻ്റൺ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബാക്കിലായി. ഇതിൻ്റെ ഫ്രണ്ടിൽ കയറുന്ന പരിപാടി നിർത്തിയാൻ ബാക്കിൽ കയറി നിന്ന് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ക്ലിൻ്റൺ എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെ എല്ലാ പ്രാവശ്യവും 1 മാസം അവിടെ വന്ന് ക്ലാസ് എടുത്തു പോകും. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ടെലിവിഷൻ മുറിയിലോട്ട് കൊണ്ടുപോയി എന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ എന്ന് ചോദിച്ചു. ഇവിടെ ടെലിവിഷനൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അത് കുട്ടികൾക്ക് ടെലിവിഷനെ കുറിച്ച് പഠിക്കാനുള്ളൊരു അധ്യായം, അതുകൊണ്ട് ഇവിടെ ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയും ചാനലും സെറ്റ് ചെയ്തിരിക്കാമെന്ന് പറഞ്ഞു. ഇത്തിരി ഞാൻ അപ്പുറത്തോട്ട് പോയപ്പോൾ റേഡിയോ സ്റ്റേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നു.
അപ്പോൾ അവിടെ ഒന്നും പഠിക്കാനില്ല. നമ്മൾ കയറി കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് മനസ്സിലാവും. ഒരു 1.5 മണിക്കൂർ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതകൾ പഠനത്തിൽ വരും. അന്ന് കുട്ടികൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷേ കുട്ടികൾക്ക് കുറച്ചുകൂടെ മിടുക്ക് കൂടിയ കാലമാണിത്. ഭയങ്കര മിടുക്കുള്ള കുട്ടികളാട്ടോ. നിങ്ങളൊക്കെ ഭയങ്കര കപ്പാസിറ്റിയാണ്. നിങ്ങളത് അറിയുന്നില്ലെന്നുള്ളേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ തിരി മണ്ടന്മാരായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ കപ്പാസിറ്റി ഉള്ളവരാണ്. നിങ്ങൾ ആ മെഡിക്കൽ മുന്നോട്ട് പോവുക. ഓക്കെ. പിന്നെ ഗെയിമിംഗ് ആയിരിക്കും ലോകത്തെ നിയന്ത്രിക്കാമെന്ന് വിചാരിക്കണം നമ്മളെ. അതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു പ്രായത്തിൽ നമ്മളത് സ്വാധീനിക്കും. ഇപ്പോൾ എനിക്കൊക്കെ ഉള്ള പ്രായത്തിൽ ചിലപ്പോൾ ഈ ഗെയിമിംഗ് ഒരുപാട് നേരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കത്തില്ല. നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മെമ്മറൈസേഷനും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് പ്രാധാന്യം കൊടുക്കാത്തതുമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഫ്യൂച്ചറിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ മീഡിയക്ക് അത് എങ്ങനെ മന്ദഗതിയിൽ നടക്കുന്ന ആ ഒരു കാര്യത്തിനെ എങ്ങനെ വേഗത്തിൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മളെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെലിവിഷനിൽ തന്നെ ഇപ്പോൾ വേണമെങ്കിൽ ഓരോ സംഭവത്തിനായിട്ട് ഒരു ചാനൽ തുടങ്ങാം. ഇപ്പോൾ എഡ്യൂക്കേഷൻ ചാനലുണ്ടല്ലോ. അതുപോലെ നമ്മളെ ഈ എഡ്യൂക്കേഷൻ്റെ എല്ലാ ഘടകങ്ങളും പഠിപ്പിക്കാൻ. കാരണം നമ്മളിപ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആ ചാനൽ അഡ്രസ്സ് ചെയ്യുന്ന പൊതുവായിട്ടുള്ള പരിപാടികളായിരിക്കും. കാര്യം പല പ്രായത്തിലുള്ളവരൊക്കെ ആയിരിക്കും അത് കാണുന്നത്. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞങ്ങൾ വേണ്ടാത്തൊക്കെ പറഞ്ഞാൽ അവർക്ക് ബോറടിക്കുക, അവർ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകും. അത് നമുക്ക് വിദ്യാഭ്യാസത്തിന് മാത്രമായിട്ട് ചാനലുകൾ ഉണ്ടാക്കാം. അപ്പോൾ ആ ചാനലുകൾ ഉണ്ടാക്കുമ്പോൾ അതിന് വീഡിയോ സപ്പോർട്ട് കൊടുക്കാം, അതിനുള്ള ടൂൾസുകൾ പുതുതായിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല നമ്മൾ ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാധ്യമത്തിലൂടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഏതെങ്കിലും ഒരു വിദ്യ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാവും. അത് എളുപ്പം മനസ്സിലാവും. അപ്പം മോളുടെ ഒരു സംശയം, ഭാവിയിൽ എന്ത് ടൂൾസ് വന്നാലും ഇതിനൊക്കെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. അത് ടെലിവിഷൻ ചാനൽ ചിലപ്പോൾ നാളെ ഔട്ടായി വേറൊരു മാധ്യമമായിരിക്കും. ഇപ്പം നമ്മൾ ഫോൺ പോപ്പുലറായില്ലേ, അതുപോലെ ഈ ഫോൺ സ്ക്രീൻ അല്ലാതെ ചിലപ്പോൾ വേറൊരു സ്ക്രീൻ. ഇപ്പോൾ എൻ്റെ അടുത്ത് അമേരിക്കയിലൊരു സയൻറ്റിസ്റ്റ് പറയുമായിരുന്നു, ഭാവിയിൽ നിങ്ങളങ്ങോട്ട് നടന്നു പോകുമ്പം അന്തരീക്ഷത്തിലൊരു സ്ക്രീൻ വരച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിവിഷൻ കാണാം, നിങ്ങൾ കൊണ്ടു കിടക്കൊന്നും വേണ്ട. അതുപോലെ ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ടെലിവിഷൻ ഇറങ്ങിയിട്ടുണ്ട്, അത് മടക്കി കുത്തി കക്ഷത്തി വെക്കാം, കുട പോലെ. പണ്ട് കുടയെ കൊണ്ടു നടന്നില്ലേ, അതുപോലെ നമ്മൾ നിവർത്തി വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ടി വി ആയിട്ട് കാണാം, അല്ലെങ്കിൽ മടക്കി കക്ഷത്തി വെച്ച് നടക്കാം. അപ്പോൾ ഇങ്ങനെ മാറുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്ര കൂടുതൽ മാറ്റം ലോകത്ത് വരിക. നമ്മളിപ്പോൾ ചൈനക്കാരൊക്കെ ഇതിനകത്ത് ഭയങ്കര മിടുക്കന്മാരാണ്. നമ്മളവരെ എത്ര ചീത്ത പറഞ്ഞാലും ചൈനക്കാരൊക്കെ വേറൊരു ലോകത്താണ് അവർ. അപ്പോൾ അവിടെ ഒരു ടെക്നോളജിയൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുക. അപ്പോൾ ഈ ടെക്നോളജിക്ക് വേണ്ടി മനുഷ്യൻ ജീവിക്കേണ്ടി വരുന്നൊരു കാലത്തിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ വിദ്യാഭ്യാസ പദ്ധതിയൊക്കെ അടിമുടി മാറാൻ സാധ്യതയുണ്ട്. മോളുടെ ജീവിതകാലത്ത് തന്നെ മോൾക്കത് കാണാൻ പറ്റിയേക്കും. നമ്മളൊക്കെ അപ്പോഴത്തേനെ ക്രിയ കൊടുക്കും കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ വരും പ്രവചനത്തിനപ്പുറം. സാറ് പറഞ്ഞു ഓപ്പൺ ബുക്ക് എക്സാംസ് നടത്തുന്നത്. അപ്പോൾ ഓപ്പൺ ബുക്ക് എക്സാംസ് നടന്നിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞതിനേക്കാൾ ഉപരി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്കിതിനെക്കുറിച്ച് ക്രിട്ടിക്കലായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിലേ ആ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റൂ. ബുക്സിലുള്ള സാധനം തന്നെ കോപ്പി ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് വളരെ കുറവായുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് അനൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളതുകൊണ്ട് എനിക്ക് ആ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടാവും. പക്ഷേ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിയറി പഠിക്കുകയും അത് മെമ്മറൈസ് ചെയ്ത് എഴുതുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഈ ടോപ്പിക്ക് വന്നു കഴിഞ്ഞ് ഇത് നടപ്പിലായി ഒരു 10-20 വർഷം കഴിഞ്ഞാൽ പോലും ഒരു ഓപ്പൺ എക്സാം നടത്താനുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു അറിവ്, അതേപോലെ ഒരു ക്രിട്ടിക്കൽ നോളേജ് കുട്ടികൾക്ക് വരാൻ വളരെ പതുക്കെ ആയിരിക്കും അതുണ്ടാവുന്നത്. കാരണം ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സല്ല. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ നോളജ് എന്ന് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു വരുമ്പോൾ പോലും അതൊരു ഡിഗ്രി ലെവലിലായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതും കാണുന്നതും. അപ്പോൾ അത് തൊട്ട് പോലും എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ഇപ്പോൾ ബേസ് ഇല്ലാതെ ആ കുട്ടികൾക്ക് ഒരു ക്രിട്ടിക്കൽ നോളജോ തിങ്കിങ്ങോ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ അത് പ്രീമെട്രിക് ആയിട്ട് തന്നെ, അതായത് ചെറിയ കാലത്ത് തൊട്ടിട്ട് പഠിപ്പിച്ച് തുടങ്ങിയാലേ നമുക്ക് ആ ഒരു ഓപ്പൺ എക്സാമിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ആഡ് ഓൺ ചെയ്യണം. ഇനി മോളെ മിക്കവാറും ഭാവിയിൽ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നൊന്നും ഈ ടീച്ചേഴ്സ് ആയിരിക്കത്തില്ല, AI ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതിൽ റോബോട്ടുകളും AI ടീച്ചേഴ്സ് ഇവരുടെ എല്ലാം ജോലി പോകും കേട്ടോ. പ്രിൻസിപ്പലൊക്കെ ഇതൊന്നും സംഭവിക്കത്തില്ലെന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചത് കേട്ടോ. അപ്പം ഭാവിയിൽ നമ്മൾക്ക് അറിയാവുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഈ ലോകത്ത് നെറ്റിൽ എന്തെല്ലാം കിടക്കുന്നുണ്ടോ അതെല്ലാം അറിയാവുന്നവനാണ് ഈ നിൽക്കുന്ന റോബോട്ട്. അപ്പോൾ ഈ കുട്ടികളുടെ ടേസ്റ്റിനനുസരിച്ച് റോബോട്ടിന് സംസാരിക്കാൻ പറ്റും.
അതുപോലെ റോബോട്ടിൻ്റെ സ്റ്റാൻഡേർഡിന് ഒപ്പിച്ച് കുട്ടികൾക്ക് ചോദിക്കാനും പറ്റും. ഒരു അധ്യാപകന് അയാളുടെ ജീവിതത്തിൽ നേടാൻ പറ്റുന്നതിനേക്കാളുമുള്ള ഈ ഭൂമി മലയാളത്തിലും ഈ ലോകത്ത് ഈ അണ്ടകടാകത്തിലുള്ള സർവ്വവിജ്ഞാനവും സ്വന്തമാക്കി നിൽക്കുന്ന റോബോട്ടായിരിക്കും ഭാവിയിൽ ടീച്ചേഴ്സ്. അതുപോലെ ക്യാരക്ടറുകൾ, AI നിർമ്മിക്കുന്ന ക്യാരക്ടേഴ്സ് അത് ചിലയിടത്തൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പം നമുക്ക് തന്നെ എന്നോട് ഒരാൾ പറയുമായിരുന്നു, ഈ കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട എന്താണ്, അടിച്ചു വാരാനും പാത്രം കഴുകാനും മരുന്നെടുത്ത് കൊടുക്കാനും ഉള്ള റോബോട്ട് വേണം. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആവശ്യം. കാര്യം ഈ ജോലിക്കാരെ കിട്ടുന്നില്ല. ഞാൻ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ചു കാലം ഒരു ജോലിക്കാരി ഈ അടുത്തിടയ്ക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വീട്ടിലെ ജോലിക്ക് ആവശ്യമുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാനും ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും മാറിപ്പോയി. അവർക്ക് തന്നെ ജോലിക്കാരിയെ വേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത് ഈ ഒരു അവസ്ഥയായതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ ഹിസ്റ്ററി PhD എടുത്ത ഒരു അധ്യാപകനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് നമ്മൾ മാസ്റ്റർ ഓഫ് ആർട്സ് പഠിച്ച ആളെന്ന് എന്തിൻ്റെ മാസ്റ്റർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി എന്നല്ല, അതൊരു കാര്യമില്ല. അപ്പോൾ ഇദ്ദേഹം നിന്ന് പഠിപ്പിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി കാര്യങ്ങൾ അറിയാവുന്ന, കുട്ടിയുടെ ആവശ്യമനുസരിച്ച് പെരുമാറാൻ പറ്റുന്ന ഒരു യന്ത്ര മനുഷ്യനെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ അങ്ങനെയുള്ള റോബോട്ടുകൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നതോടെ ഈ പാഠ്യ പദ്ധതിയുടെ സ്വഭാവം തന്നെ മാറിപ്പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ. ഈ ടെക്നോളജി നമ്മുടെ ഈ കഴിഞ്ഞ 5-10 വർഷമായിട്ട് മാറിയിരിക്കുന്ന ടെക്നോളജി അടുത്ത 5 കൊല്ലത്തിനകം ഉണ്ടാക്കുന്ന മാറ്റം ഈ കാലത്ത് അത്രയും ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കാളും വലിയ മാറ്റമായിരിക്കും. കാര്യം അതുപോലെ ഒരു മനുഷ്യന്, ഒരാൾ എന്നോട് ഈയിടയ്ക്ക് പറയുകയാണ്, ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ സാമ്പിളെല്ലാം കൂടെ തരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ ചത്തുവെന്ന് പറയാൻ പറ്റും, അതിനൊരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കേരളത്തിൽ ശരിക്കും ചിലവാകും. കാര്യം ഇവിടെ ഏറ്റവും ആൾക്കാർ പേടിക്കുന്ന മരണത്തെയാണ്. 90 വയസ്സുള്ള ഒരു അമ്മാവനോട് ചോദിച്ചാലും ഒരു 25 കൊല്ലം കൂടെങ്കിലും ജീവിക്കണമെന്നേ പറയൂ. ശരീരമൊക്കെ പൊട്ടി പഴുത്തു തുടങ്ങി കാണും. കാര്യം നമുക്ക് ചാക്കാലെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്തിലേക്കാണ് നമ്മളൊരു പക്ഷേ അതൊക്കെ അറിയണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ വായിച്ചറിയണം. ഇപ്പോൾ അറിയാൻ വളരെ എളുപ്പം. നെറ്റിൽ അടിച്ചു നോക്കുക, ന്യൂ ഇന്നോവേഷൻസ് ഇൻ ചൈന എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പുതിയ പരീക്ഷണങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. പക്ഷേ നമുക്കൊരു ശാസ്ത്ര മനോഭാവം, ഒരു സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ ഉണ്ടാക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അത് മോള് വിശ്വസിച്ചോളൂ, വളരെ വൈകാതെ തന്നെ ഈ AI ഏജൻസികളും ക്യാരക്ടറുകളും കോളേജിലൊക്കെ പഠിപ്പിക്കും. UGC വേണമെന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സൊക്കെ ഒരു ശമ്പളം ചോദിക്കാതെ ഉള്ള ഈ സംഭവം പഠിപ്പിക്കും. സർ, ഒരു AI ടീച്ചറിന് ഒരു സാധാരണ ഒരു ടീച്ചറിൻ്റെ ആ ഒരു പാഷനും അതൊക്കെ അവർക്ക് ഒരു AI ടീച്ചറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് നമ്മളിപ്പോൾ ഒരു സംസാരിക്കുമ്പോൾ പോലും നമ്മളുടെ ആ ഒരു വോയിസിൻ്റെ കോൺഫിഡൻസും പിന്നെ അതിൻ്റെ പറഞ്ഞെനിക്ക് മനസ്സിലായി മോളെ. ഒരിക്കലും ഒരു AI ക്യാരക്ടറിന് ഒരു മനുഷ്യന് പകരമല്ല. ഒരു മനുഷ്യന് ഫീലിങ്സ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ ഈ ഫീലിങ്സൊക്കെ നാളെ തലച്ചോറിലേക്ക് ഒരു കമ്പ്യൂട്ടർ കടത്തി വിട്ടിട്ടൊക്കെ അവർ മനസ്സിലാക്കി എടുക്കാൻ പറ്റിയേക്കും. ചിലപ്പം നമ്മുടെ വികാരങ്ങളൊക്കെ കമ്പ്യൂട്ടർ മനസ്സിലായെന്നും വരും. പക്ഷേ എന്നാലും ഒരു മനുഷ്യൻ നടന്ന എക്സ്പ്രഷനൊന്നും ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ മനസ്സിലാവും. ഇപ്പോൾ ഒരു കുട്ടിയുടെ മുഖം വിളറിപ്പോയാൽ ഒരു അധ്യാപികയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു യന്ത്രമനുഷ്യനത് ഒരിക്കലും മനസ്സിലാവത്തില്ല. കാരണം അയാളെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. എന്തൊക്കെ ഫീഡ് ചെയ്തിട്ടുണ്ടോ ആ രീതിയിലേ പുള്ളി ബിഹേവ് ചെയ്യൂ. പക്ഷേ നമ്മൾ ഓർക്കാത്ത ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് ചോദിക്കാൻ പറ്റും. നമ്മളെക്കാളും വിജ്ഞാനം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റും. ലോകത്തെ ഏത് കാര്യവും അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുള്ളേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു ഹ്യൂമൻ ഒരു ക്രിയേഷനെ റീപ്ലേസ് ചെയ്യാൻ ഒരു യന്ത്രത്തിനും പറ്റത്തില്ല. അത് കാര്യം നമ്മൾ ശരിക്കും നമ്മുടെ കണ്ണ് നനയുന്നതും നമ്മുടെ ശരീരത്തിന് വിറയിൽ വരുന്നതും മനസ്സിലാക്കാൻ യന്ത്രത്തിന് പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരിക്കലും അല്ല, അങ്ങനെ ഉണ്ടാവില്ല. എൻ്റെ ചോദ്യം ഇന്നത്തെ സെഷൻ നാവിഗേറ്റിംഗ് ടുമോറോ ഫ്യൂച്ചറിസ്റ്റിക് എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. സാർ ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ചായിരുന്നു. പക്ഷേ ട്രഡീഷണൽ എക്സാമിനേഷൻ മെത്തേഡ്സ്, അതായത് ടെക്സ്റ്റ് ബുക്ക് നോളജ് അതുപോലെ തന്നെ പകർത്തി എഴുതുന്ന ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഭാവിയിൽ ഇതിനൊരിക്കലും ഒരു പ്രസക്തി ഉണ്ടാവില്ല. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ആവശ്യം ഒരു വാല്യൂ ഡ്രിവൺ അല്ലെങ്കിൽ സ്കിൽ ഡ്രിവൺ യൂത്താണ്. അപ്പോൾ ഭാവിയിൽ അതുപോലത്തെ എക്സാമിനേഷൻ മെത്തേഡ്സ്, അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യുന്ന എക്സാമിനേഷൻ മെത്തേഡ്സ് എന്തൊക്കെയായിരിക്കും? അതുപോലെ തന്നെ അതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഫേസ് എങ്ങനെയായിരിക്കും? നമുക്ക് പരീക്ഷയ്ക്ക് തുറന്നെഴുതാൻ പറ്റുമെന്ന് പറയുന്നൊരു സാധനം വളരെ വൈകാതെ തന്നെ ഇന്ത്യയിൽ വരേണ്ടി വരും. ഇപ്പോഴൊക്കെ അത് കാര്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഞാനിപ്പം ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂ. ഞാൻ വിചാരിച്ചു അവർ തന്നെ എന്നെ പ്രൊഫസറായിട്ട് വിളിക്കുന്ന ആലോചിച്ചപ്പം ഈ ആക്ടിവിറ്റീസ് പ്രൊഫസറായിട്ട് UGCയുടെ പുതിയ ഇതനുസരിച്ച് എന്നെ വിളിക്കാൻ പറ്റും മീഡിയെന്ന്. അവർക്കപ്പോൾ അറിയില്ല ഞാൻ അധ്യാപകനായിരുന്നെന്നോ കോളേജ് പഠിപ്പിച്ചെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ പ്രൊഫസറായിട്ട് നടക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ പരീക്ഷണമാണ് ശരിക്കും. കാരണം മാത്രമല്ല ഈ
ഈ ലോകത്തിൻ്റെ ഒരു ക്രമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചെറിയൊരു വില്ലേജായിട്ട് മാറിക്കഴിഞ്ഞു. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം എത്യോപ്യയിലൊരു ഭൂകമ്പം ഉണ്ടായി. 12,000 കൊല്ലം ഉറങ്ങി കിടന്നൊരു അഗ്നിപർവ്വതം പൊട്ടി. അതിൻ്റെ പുക നമ്മുടെ ആകാശത്ത് വന്ന് ഫ്ലൈറ്റ് മുടക്കി. നമ്മുടെ എവിടെയോ കിടക്കുന്നൊരു എത്യോപ്യയിലൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ പോയ വിമാനം മുടങ്ങിയെന്ന് പറഞ്ഞാൽ എത്രമാത്രം ഒരു ചെറിയ സംഭവം പോലും നമ്മുടെ നാടിനെ സ്വാധീനിക്കുന്നു. അപ്പോൾ നമുക്ക് മാത്രമായിട്ട് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഓപ്പൺ ബുക്ക് സിസ്റ്റവും അതല്ലെങ്കിൽ ഇപ്പം തന്നെ അത് കുറച്ചൊക്കെ വന്നു കഴിഞ്ഞു. ശരിക്കും അത് പൂർണ്ണമായിട്ടും വരുന്നതും ഒരുപക്ഷെ നമ്മളുടെ ബുദ്ധിയും ശക്തിയും ഒന്നും പരീക്ഷിക്കുന്ന മാനദണ്ഡം ചിലപ്പോൾ ഇപ്പോഴുള്ളതായിരിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് മെമ്മറൈസ് ചെയ്യാനുള്ള പവറുണ്ടോ, നമ്മൾ എങ്ങനെയാണത് കണ്ടുപിടിച്ചത്, എൻ്റെ ഫോർമുല എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അതൊന്നും ആയിരിക്കത്തില്ല ചിലപ്പം ഭാവിയിൽ. കാരണം ലോകക്രമം അങ്ങ് മാറുക, എല്ലാ യന്ത്രം ഇങ്ങനെ ഇറങ്ങി വരും. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ തെങ്ങ് കയറാനും നമ്മളിപ്പോൾ വരുമ്പോറിലൊക്കെ ഒരുപാട് ആൾക്കാർ മറ്റേ സംസ്ഥാനത്ത് വന്നതൊക്കെ ഓരോ ജോലിയല്ലേ. ഈ ജോലി എടുക്കാനുള്ള യന്ത്രം കയറി വരുവാണെങ്കിൽ ഇവർക്കെല്ലാം ജോലിയില്ല. പക്ഷേ ഇവർ വേറെ ജോലിക്ക് ആവശ്യം വരികയും നമ്മൾ ഒരുപക്ഷെ നമുക്ക് ഡ്രീം ചെയ്യാൻ പറ്റാത്ത ചേഞ്ചാണ് ഇന്ന് വരുന്നതെങ്കിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും നാളെ വരുന്നത്. ബുദ്ധിമാന്മാരിരുന്ന് ലാബിലിരുന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുക. അതേസമയം ഇതിനകത്ത് വേറൊന്നറിയേണ്ടത് 2050 യുദ്ധമാണ് ലോകത്ത് യുദ്ധക്കൊതിയന്മാർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2050 എങ്ങനെയാണ് യുദ്ധം നടക്കുന്നത്? ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ സാധ്യത അങ്ങനെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒരു അടിച്ചു പിരിഞ്ഞങ്ങ് തീരും. കംപ്ലീറ്റ് മേളി വെച്ചിരിക്കുന്ന ബോംബെല്ലാം കൂടെ പൊട്ടി താഴോട്ട് വീണ് നമ്മളെല്ലാം കൂടെ അങ്ങ് കറിയ കൂടും. നമ്മളെ അടക്കാൻ പോലും ആരും വരണ്ട, കത്തി അങ്ങ് തീരും. അപ്പം 10 ലക്ഷം ആൾക്കാർ ചൊവ്വാഗ്രഹത്തിൽ എലോൺ മസ്കിൻ്റെ ഓണർഷിപ്പിൽ അവിടെ ഉണ്ടാകും. നേരെ അവരെ കൊണ്ടുകൂടെ ഇറക്കും. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ പക്ഷേ ഇന്നും പറഞ്ഞ് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ സിലബസിനനുസരിച്ച് പഠിച്ച് നമ്മൾ പരീക്ഷ എഴുതിയാൽ മാത്രമേ പാസ്സായി എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടൂ. നമുക്കിപ്പോൾ 1ാം റാങ്ക് കിട്ടിയോ അതൊന്നും ഒരു വിഷയമാക്കണ്ടെങ്കിൽ ഇപ്പോൾ അതൊന്നും നമ്മുടെ ഓഫീസിലൊക്കെ ഒത്തിരി ഇൻ്റർവ്യൂസിനൊക്കെ ആൾ വരും. അപ്പോൾ നമ്മൾ റാങ്ക് ഹോൾഡർ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് റാങ്കിനെ കുറിച്ചല്ല, ഇയാൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്, ഇയാൾക്കൊരു മൂല്യബോധമുണ്ടോ, ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ടോ, ഇയാൾ കൈക്കൂലി വാങ്ങാൻ സാധ്യതയുള്ള ആളാണോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഞാനിപ്പോൾ വരുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് വലിപ്പമുണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ഒരുത്തനെ നമ്മൾ കൂടെ കൊണ്ട് നടക്കാൻ പാടില്ല. അത് പക്ഷേ അതേസമയം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾക്കൊരു വാല്യൂ സിസ്റ്റം അങ്ങനെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം നമ്മൾ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ടറിയാം. മൊത്തം പേര് ഇവിടെ കൈക്കൂലി വാങ്ങുന്നവരാണെങ്കിൽ അതിൽ ഒരുത്തൻ കൈക്കൂലി വാങ്ങത്തില്ല എന്ന് അവിടെ ഇരുന്ന് അവനെ എല്ലാവരും കൂടെ പുറത്തിയടിക്കും. അപ്പോൾ പക്ഷേ ആ സമ്മർദ്ദത്തിനെ അതിജീവിച്ച് അവൻ്റെ വാല്യൂസ് കീപ്പ് ചെയ്യും നല്ലവനാണെങ്കിൽ. ചില ആൾക്കാർക്ക് നമ്മളിപ്പോൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്ന് ആൾക്കാർ പറയുന്ന പോലെ നമ്മൾ ഓടാൻ പാടില്ല. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മൾ വ്യത്യസ്തമാണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ മഹാത്മാക്കളുടെ ആത്മകഥകൾ വായിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം ലോകത്തിൽ അറിയപ്പെട്ട ആൾക്കാരുടെ ഓട്ടോബയോഗ്രഫികൾ വായിക്കുക. അവരെങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലെത്താൻ പോയത്. കാര്യം ആരും ഒരു ദിവസം ND വാസുദേവനാരായിട്ടില്ല. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നായിരിക്കും അവർ ഈ സ്ഥലത്തെത്തുക. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ ഒരു അവസ്ഥയിൽ, ഞാൻ ഈ പലരുടെയും ആത്മകഥകളൊക്കെ വായിച്ച് ഞെട്ടിയിട്ടുണ്ട്. NN പിള്ള എഴുതിയൊരു ആത്മകഥയുണ്ട്, ഞാൻ എന്ന് പറഞ്ഞ്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അങ്ങേര് കടന്നു വന്ന വഴിയൊക്കെ നമ്മളെ അമ്പരപ്പിക്കും. നമ്മൾ ഗോഡ് ഫാദർ സിനിമ വന്നപ്പോഴാണ് അങ്ങനെക്കുറിച്ച് അറിഞ്ഞത്. പക്ഷേ അതിനപ്പുറം ഒരു പിള്ളേച്ചനുണ്ടെന്നുള്ളത് നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ അറിയുന്നു. അപ്പോൾ ഇത് ഈ ആത്മകഥയുടെ ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടാണ്. അപ്പോൾ അവരതെങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാൻ നമ്മളത് വായിക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പം നമ്മളിപ്പോൾ എത്ര ശാസ്ത്ര വളർച്ച ഉണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യപ്പറ്റുന്നൊരു സാധനമില്ലെങ്കിൽ പോയി. മനുഷ്യൻ്റെ ക്വാളിറ്റി, ഹ്യൂമൻ ക്വാളിറ്റി നമുക്കില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് വളരെ പ്രധാനമാണ്. ഇപ്പം ഞാൻ തന്നെ ചിലപ്പോൾ ഈ കള്ളന്മാരും കൊള്ളക്കാർക്കെതിരെ സംസാരിക്കുമ്പോഴും ചിലപ്പോൾ ഞാൻ നിരാശപ്പെട്ടു പോകാറുണ്ട്. എന്താണ് ഈ നാട്ടിൽ ഇതൊന്നും പ്രാവർത്തികമാകാത്തത്? പക്ഷേ ഞാനപ്പം മനസ്സിലാക്കിയൊരു കാര്യം, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, അത് വരും. ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, നമുക്ക് എത്ര വയസ്സായി? 17ആയി. പെൺകുട്ടിയോട് പ്രായം ചോദിക്കരുത്, പ്രിൻസിപ്പൽ എൻ്റെ മൂത്ത് നോക്കി പറയും. അപ്പോൾ മോളൊരു 40-45 വയസ്സാകുമ്പോൾ ഈ ലോകം ഇങ്ങനെയായിരിക്കില്ല. എന്നെക്കുറിച്ച് അന്ന് അന്വേഷിക്കണ്ട, ഞാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. വേറെ ലോകമായിരിക്കും. പക്ഷെ അന്ന് എനിക്കൊന്ന് 10 ദിവസം എന്നൊക്കെ കാണണമെന്നുണ്ട്. ഒരു വഴിയില്ല, മാർഗമില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.